വിദേശ വിദ്യാഭ്യാസ മേഖലയിൽ 15-ലധികം വർഷത്തെ പരിചയമികവുമായി സ്റ്റഡി ലിങ്ക്സ്, ദി ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ, സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. പല വീടുകളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വിമാനം ഉണ്ടാവും. എന്തുകൊണ്ട് ഇത് രക്ഷയില്ലാത്ത സ്ഥലത്തേക്ക് തുണിയൊക്കെ ഉണക്കാൻ തുണി ഉണക്കാനിട്ടിരിക്കുന്നതല്ല, ഞാൻ വിചാരിച്ചു തുണി ഉണക്കാനിട്ടിരിക്കുകയാണെന്ന്. അത് സ്വന്തമായിട്ട് വിമാനങ്ങളുള്ള ആൾക്കാർ, സ്വന്തമായിട്ട് എയർപോർട്ടുള്ള ആൾക്കാർ നടക്കുന്നുണ്ടോ? വണ്ടി എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. അയാൾക്ക് സ്വന്തമായിട്ട് വിമാനം മാത്രം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. സ്വന്തമായിട്ട് വിമാനമുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വന്നിട്ട് വീട് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ വീടുണ്ടോ നിങ്ങൾക്ക്? ശരി, നമ്മളിവിടെ അല്ലേ കിടക്കുന്നേ? ആണോ? പിന്നെ അത് ശരി. ഓ, ഇതാണല്ലേ മാരത്തൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പൊ ഞാൻ ഡ്രോണൊക്കെ എടുക്കണോ? വേണ്ട, ഡ്രോണൊക്കെ ഇട്ടിരിക്കട്ടെ അല്ലേ? അല്ല, കീ വെസ്റ്റ് ഇപ്പം എനിക്ക് ഈ ബാഗ് എനിക്ക് എന്തായാലും ഇവിടെ വേണം. ആ ബാഗ് അവിടെ ഇരുന്നോട്ടെ, അതെനിക്ക് വേണം എന്തായാലും. നമുക്ക് ഇതെടുത്താ പോരെ? നമുക്ക് ചെരുപ്പൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. അല്ല, ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, എനിക്ക് എടുക്കാനൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് അങ്ങോട്ട് പോകുമ്പോ ബീച്ചിൽ ഇറങ്ങുവാണെങ്കിലോ ഡ്രസ്സ് മാറണ്ടേ? ഒരു ടവൽ എടുത്ത് നമുക്ക് വണ്ടിയിലിടണേ. ഇത് കൊള്ളാലോ, സ്ഥലം അടിപൊളിയാണല്ലോ. എനിക്ക് നമ്മൾ ബീച്ച് സൈഡ് ഒരു കിടിലൻ ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ. ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ വെക്കേഷൻ റെന്റൽസ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന വീടുകളാണ് പലതും. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ വെള്ളം കയറി കഴിഞ്ഞാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പണിതിരിക്കുന്ന വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നൈസാണല്ലോ. സോ ദിസ് ഈസ് യുവർ ഹൗസ്. അപ്പോൾ നിങ്ങളിത് റെൻറ്റിന് എടുത്തിരിക്കുക ആണോ? നൈസാണല്ലോ. ആയ് അടിപൊളി, നൈസ്. ഇവരാണ് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ. ഇത് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? മറ്റേ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടി മൊത്തം ഇത് തന്നെയാണ്. അപ്പോൾ അവരിത് റെന്റ് ഔട്ട് ചെയ്യും, പെർസെൻറ്റേജ് വരും, അങ്ങനെയാണോ? ഓ, അത് ശരി. ഓക്കെ. ഇവിടെ എത്ര ബെഡ്റൂം ഉണ്ട്? ഇത് ഒരു ബെഡ്റൂം. ആ, പൂളൊക്കെ ഉണ്ടല്ലോ. അല്ല, ഹോളിഡേ ഹോം എന്നൊക്കെ പറയുന്ന ഒരു ജാടയാണോ? പൈസ ഉള്ളവർക്ക് എന്തോ ആവല്ലോ അല്ലേ? അങ്ങനല്ല. അതെ, ടി വി എന്ത് വലിപ്പം? ടി വി മൊത്തത്തിൽ നല്ല വലിപ്പമാണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ ബാത്റൂമോ കാര്യങ്ങള്, ഷവർ സംഭവങ്ങളെല്ലാം ഇവിടെ. നൈസ്, അടിപൊളി. പിന്നെ ഇവിടെ ഇതും റൂമാണോ? ഇത് വഴി തെറ്റിപ്പോയല്ലോ. മറ്റേ ടിട്ടു പോന് വഴി കാട്ടാന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വഴി കാട്ടി കളിക്കേണ്ടി വരുമല്ലോ ഇതിനകത്ത്. ഇതിന്റെ ബാത്റൂമോ കാര്യങ്ങള് സംഭവങ്ങളെല്ലാം ഇവിടെ. ഓക്കെ, നൈസ്. കിച്ചൺ, ലിവിങ് ഏരിയ, പിന്നെ എല്ലാ പരിപാടികളും കളിക്കാം. പൂൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അടിപൊളി പൂള്. വാവ്, നൈസ്. ഇവിടെ എല്ലാവരും സ്പാനിഷ് ആണല്ലേ സംസാരിക്കുന്നത്? കിടില സ്ഥലം, മിനി ഗോൾഫ് കോഴ്സ്. ഇരിക്കും പക്ഷെ മറ്റേ ബോൾ അടിച്ച് കടലിൽ കളഞ്ഞാൽ ആരെടുത്തോണ്ട് വരും? നൈസ്. ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ. കയാക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കയാക്കൊക്കെ ചെയ്യാൻ വൈകിട്ട്. നൈസ് സ്ഥലം കേട്ടോ. ഇവിടെ നമ്മളിന്ന് ഇവിടെ താമസിക്കാൻ പോകുന്നത്. ആ, ഓക്കെ, വെരി ഗുഡ്. അവിടെ കയാക്കൊക്കെ ഇരിപ്പുണ്ട്, 2-3 കയാക്കൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്തിനാ? ഓക്കെ, വെരി നൈസ്. ഇല്ലാന്നുണ്ടെ തണല് വേണമല്ലോ. ഓക്കെ, നമുക്ക് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിന്റെ മേളിൽ ഷീറ്റ് ഇട്ട് മറച്ചാലോ? അതാകുമ്പോ ചൂടത്ത് വെയിലത്ത് നമുക്ക് വെയിൽ അടിക്കാതെ പൂളി കിടക്കാമല്ലോ. എന്ത് പറയുന്നു? സെറ്റ് ആയിരിക്കില്ലേ? ഇത് കൊള്ളാം കേട്ടോ. എനിക്ക് ആ ഒരു പൂളും അവിടുത്തെ ആ ഒരു വ്യൂവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നല്ല ഒരു സെറ്റപ്പ് ആണ് അവിടുത്തെ. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ബോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ബോട്ട് കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ബോട്ട് കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഇത് കിച്ചണോ? ആ, ഓക്കെ, ദാറ്റ്സ് നൈസ്. ഈ ഒരു സ്ഥലം റെന്റിന് കൊടുക്കണമെങ്കിൽ എത്ര രൂപ വാങ്ങിക്കുന്നുണ്ട് ഡെയിലി? വീക്കിലി ഒരു $10,000 to $12,000 ആണല്ലേ? ഓക്കെ, നൈസ്. ഇതിവിടെ ബാറ് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഒന്നുമില്ലല്ലേ? അകത്തെല്ലാം ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇവിടെയാണ് നമുക്ക് ബോട്ടൊക്കെ കൊണ്ട് അടുപ്പിക്കാൻ പറ്റുന്ന ആ ഒരു ബോട്ട് യാർഡെന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൈവറ്റ് ജെട്ടിയാണ് ഈ കാണുന്നത്. ഓ, അത് ബോട്ട് മേളിൽ കയറ്റി വെക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. അതെന്തിനാ പൊക്കി വയ്ക്കുന്നേ? ഉപ്പുവെള്ളമല്ലേ? ഓ, അങ്ങനെ അതുകൊണ്ട് പൊക്കി വയ്ക്കും അല്ലേ? ഓക്കെ, ഫൈൻ. ഇവിടെ 2 ഹാംബോക്സ് ഒക്കെ ഉണ്ട്. പിന്നെ വോളിബോൾ കളിക്കാം. അങ്ങനെ തെങ്ങൊക്കെ ഉണ്ട്. എല്ലായിടത്തും തെങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ ഇത് ബേസിക്കലി ഇത് കടലാണ്.
അല്ലേ? അറ്റ്ലാന്റിക് ഓഷ്യനാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഒരു ഇത് ബേസിക്കലി നമ്മളിപ്പോൾ ഉള്ളത് കംപ്ലീറ്റ് ഒരു ആർച്ചിപ്പെലാഗോ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ തരയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ തണുപ്പൊന്നും വരത്തില്ലല്ലോ. ആ ഓക്കെ, അത് ശരി. ഓക്കെ, വെരി ഗുഡ്. നൈസ് നൈസ്. ഇത് കൊള്ളാം, നല്ല സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് വരണം, ഒരു 5-6 പേരായിട്ട് വരണം. ഓ, ഇത് ഹലോവിന്റെ മത്തങ്ങയാണല്ലേ? സോറിയാ, അത് ശരി. മണ്ടവശം കണ്ടിച്ചിട്ട് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചിട്ട് അകത്തെ എല്ലാം എടുത്തിട്ട് അകത്ത് ക്യാൻഡിൽ കത്തിച്ചു. ഇതോ? ഇവിടെ ഇങ്ങനെ കണ്ണ് വരയ്ക്കും, 2 മൂക്കും വായും, 2 മണ്ടയ്ക്ക് മത്തങ്ങ വെക്കാൻ വെച്ചിരിക്കുന്നതല്ലേ? നോട്ട് ഇന്റൻഡഡ് ഫോർ കൺസംഷൻ എന്ന് പറഞ്ഞാല് ഇത് കഴിക്കണല്ലോ. എന്താ ഇത് കഴിക്കാൻ പാടില്ല? ഇത് കാർവിങ്ങിനുള്ള. അപ്പൊ ഇത് കഴിക്കാൻ പാടില്ല? ആടില്ലാന്ന് ചോദിച്ചാൽ കാർവിങ്ങിനുള്ള. ചിലപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയായിരിക്കും അല്ലേ? അല്ല, അതിന്റെ പ്രിപ്പറേഷൻ വേറെ രീതി എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. നമുക്ക് ചിക്കൻ ഇത് ഫ്രൈഡ് വേണ്ടല്ലേ? ഫ്രൈഡ് വേണ്ട, we buy something else. lemon pepper ഓവൻ റോസ്റ്റഡ്. ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഹോട്ട് ആൻഡ് സ്പൈസി ഫ്രൈഡ് പോപ്കോൺ ചിക്കൻ. ഈ സൂപ്പർ മാർക്കറ്റ് ആകുമ്പോഴേ നമുക്കിങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതായത് ഇതൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ. ഇതൊന്ന് ഓവൻ റോസ്റ്റഡ് ചിക്കൻ. ഇത് ലെമൺ പെപ്പർ ആണ്. നോക്കട്ടെ, ഇത് കഴിക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റ് ഉണ്ടാവോ? നരകത്തിലെ കോഴിയില്ലേ? ഒരു നരകത്തിലെ കോഴിയോ? അത് ശരി. ഓക്കെ. പിന്നെ ഇവിടെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലത്തെ ഫുഡ് ഉണ്ടാവും. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുന്ന പോലെ. സോ വി ക്യാൻ ഗോ ദെയർ, വി ക്യാൻ ബൈ തിങ്സ്. So these things are very cheap, guys. This is like organic raspberries. Buy one get one free. Strawberry, സ്ട്രോബെറി എടുത്തല്ലോ. റാസ്ബെറിയും ബ്ലൂബെറിയും എടുക്കുക, അതല്ലേ നല്ലത്? സ്ട്രോബെറി പുളിയായിരിക്കും ചിലപ്പോൾ, അതാണ് ഇതിന്റെ പ്രശ്നം. ചില സമയത്ത് അതിന് പുളിയായിരിക്കും. നോക്കൂ എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നോക്കൂ. ഒരു ലോഡ് സാധനം. കുപ്പി താഴെ, അല്ല വെള്ളത്തിന്റെ കുപ്പിയാണ്. താഴെ വെള്ളത്തിന്റെ കുപ്പി, പിന്നെ നമ്മൾ ഭക്ഷണം, പിന്നെ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്? ഫുള്ള് ഹെൽത്തി ഫുഡാണല്ലേ? സലാഡ്, ചിക്കൻ, ഭയങ്കര ഹെൽത്തി ഫുഡാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ എന്തായാലും പൂളിനകത്തായിരിക്കണം ഉറങ്ങാൻ പോകുന്നത് കേട്ടോ. ഈ ചൂടത്തെ നല്ല സുഖമായിരിക്കും. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നമ്മൾ ഇന്ന് ഇവിടെയാണ് താമസം. യെസ് പ്ലീസ് കം. അമ്മേ, ഒന്നും പറയണ്ട, അടിപൊളി വീടാ കേട്ടോ, സെറ്റപ്പ് സ്ഥലം. സോ ഗൈസ്, ഇറ്റ്സ് സം പൂൾ ടൈം നൗ. രാത്രിയിൽ ഇവിടെ പൂളിൽ വേണമെങ്കിൽ പൂളിലിരിക്കാം, അവിടെ വേണമെങ്കിൽ മറ്റേ സ്ഥലത്ത് വേണമെങ്കിൽ അവിടെ പോയിരിക്കാം, പിന്നെ എവിടെ വേണമെങ്കിൽ അവിടെ പോയിരിക്കാം, എവിടെ വേണമെങ്കിലും ഇരിക്കാം. സോ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കാം. ഇതാണ് നമ്മുടെ സ്ഥലം. വാ സ്ട്രോബെറി, റാസ്ബെറി അല്ലല്ലോ, ബ്ലാക്ക്ബെറി, എല്ലാ ബെറിയും ഉണ്ട് ഗൈസ്. ഇങ്ങോട്ട് വാങ്ങിക്കോട്ട്. ചന്ദ്രൻ പാതിരാത്രിക്ക് ഉദിക്കുന്നതല്ലേ, വരുന്നതല്ലേ, പക്ഷെ എല്ലാരും കാണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ പാതിരാത്രിക്കും കാണാൻ പറ്റും. അയ്യോ, അണച്ചൊന്നുമില്ല, അടച്ചില്ല, കിതച്ച് ചെറുത്. പുതിയ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയാണതേ. ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോയിലും കൂടെ ഒരു അൾട്രാ വൈഡ് കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതില്ല, ഫോട്ടോയിൽ അൾട്രാ വൈഡ് കിട്ടും. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ ഫ്ലാഷ് ഇട്ടിട്ട് അൾട്രാ ഗൈസ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ നോക്കാം. എല്ലാം കാണാമോ? എനിക്ക് അറിയത്തില്ല എല്ലാം കാണാമെന്നുള്ളത്. സോ പുതിയ ഫോണൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ ഇത് ഫ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, പക്ഷേ ഫ്ലാഷ് ഇട്ടിട്ട് ഇവിടെ മിന്നലിൻ്റെ പ്രളയമാണ്. ഇവിടെ മിന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പം നോക്കിയാലും ഇങ്ങനെ മിന്നൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. വില്ല് ജമ്പ് ലൈറ്റ് ഇല്ല. പൂളിൽ ലൈറ്റ് ഉണ്ടോ? പൂളിൽ ലൈറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഒരു മിനിറ്റ്, ജമ്പിയെ കാണത്തില്ല. ചാടി ജമ്പി. സുനാമി വന്നു, സുനാമി. എന്താ ഫോണാണോ? മറ്റേനകത്ത് ഇത്രയും ക്ലാരിറ്റി കിട്ടത്തില്ലല്ലോ. 17 Pro അടിപൊളി. ഞാൻ മിക്കവാറും നിങ്ങള് പോയി നവംബർ വരുമ്പോഴത്തേക്കിന് മിക്കവാറും ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യും. നമ്മള് നാളെ പോയി നേരെ ഫോൺ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും. അതൊന്നുമില്ല, ഞാൻ വാങ്ങിക്കും. ഞാൻ എന്തായാലും എന്നാന്നറിയോ, നിങ്ങള് വരുമ്പോഴത്തെ 1 മാസം ഇല്ലേ, ഞാൻ ഇച്ചിരി ബോഡി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചളുമ്പൊക്കെ ഒന്ന് കുറച്ച് സെറ്റായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ചാടും. അത് വേറെ കാര്യം. ഇവിടെ അല്ല, നമ്മുടെ അപ്പുറത്ത് ഇങ്ങോട്ട് പര്യടനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഞാനും ഒരു മിനിമം 2 കിലോ 3 കിലോയെങ്കിലും കുറഞ്ഞിരിക്കും. നോക്കാം.
നോക്കാം. നിങ്ങൾ വരുമ്പോഴത്തേക്കിന് എന്തായാലും നമ്മുടെ ഈ ചളുമ്പത്തടിയൊക്കെ ഒന്ന് കുറച്ച് നമ്മളും ഒന്ന്. സമയത്ത് രാത്രി 12 മണിയായി. ഞങ്ങൾ ഇത്ര നേരം പൂളിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യാണ്. നല്ല ഇടിവെട്ടി മഴ. ഇടിവെട്ടി മഴ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടി മഴ. നല്ല മഴ പെയ്തിട്ടിരിക്കുകയാണ്. നോക്കിയേ എന്നാ അലക്സ് ചേട്ടൻ എവിടെ പോയി? ഫോൺ വിളിച്ച് കിട്ടുന്നില്ല. രാവിലെ നമുക്ക് ഒരു ഇച്ചിരി നല്ല ഗ്രീക്ക് യോഗേർട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് ഗ്രീക്ക് യോഗേർട്ട്. പിന്നെ കുറച്ച് ബ്ലൂബെറി ഒക്കെ ഉണ്ട്. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ രാവിലെ ഒന്ന് കഴിക്കാം. ഗ്രീക്ക് യോഗേർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് ഗുഡ് ഫോർ എന്താ പറയുക, ഗട്ട് ഹെൽത്തിന് നല്ലൊരു സാധനമാണ് ഗ്രീക്ക് യോഗേർട്ട് കഴിക്കുന്നത്. സോ രാവിലെ അത് കഴിക്കാൻ. അല്ലാണ്ട് ഇവിടെ വേറെ ഫുഡൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എഴുന്നേറ്റ്. നിങ്ങളവിടെ പോയി? വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ വണ്ടി ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ വന്നിടത്തെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജ് ചെയ്തിടുവാണെന്ന് ഇപ്പൊ ഞങ്ങൾ വെറുതെ അന്നേരം പോസ്റ്റ് ആവണ്ടല്ലോ. അപ്പൊ ഈ എഴുന്നേറ്റ് സെറ്റ് തൈര് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. ഞാനിപ്പോ ചാർജ് ചെയ്തോണ്ടല്ലോ വരാം. പിന്നെ നമുക്കങ്ങ് പോവാല്ലോ, ടെൻഷൻ അടിക്കണ്ടല്ലോ. ഓക്കെ ഓക്കെ ഞാൻ വരുന്നേ, ഇന്ന് ചാർജ് ആക്കിട്ട് വരാമേ. ഓക്കെ. പുള്ളി വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി പോയതാ. ഇവിടെ അടുത്ത എയർപോർട്ട് ഉണ്ട്. സോ യു ക്യാൻ ചാർജ് ഇൻ എയർപോർട്ട്. ഇതാണ് ഗ്രീക്ക് യോഗേർട്ട് എന്നല്ലേ? നൈസ്. സോ ഇത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളുടെ ഹോളിഡേ ഹോംസ് എന്ന് പറയുന്ന സെറ്റപ്പാണ്. ഹോളിഡേ ഹോമുകളെന്ന് പറയുന്നത് അമേരിക്കയിൽ അമേരിക്കയിലല്ല, പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ പോലും വളരെ കോമൺ ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ് ഹോളിഡേ ഹോംസ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഇത്തരത്തിലുള്ള ഹോളിഡേ ഹോംസ് നമുക്കിവിടെ ധാരാളം US-ലുണ്ട്. പ്രത്യേകിച്ച് ഈ കീ വെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഈ ഹോളിഡേ ഹോമുകളുടെ ഏരിയ ആണ്. ഹോളിഡേ ഹോംസ് ധാരാളം ഉള്ള സ്ഥലങ്ങളാണ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ഉള്ള അറ്റ്ലാന്റിക് ഓഷ്യൻ വ്യൂ ആയിട്ടുള്ള ഒരു കിഡിലൊരു ഹോളിഡേ ഹോമാണ് കാണുന്നത്. ഇതൊക്കെ ശരിക്കും ആളുകൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിച്ചിടും. എന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ റെൻ്റ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വീടെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ റെൻ്റൊന്നും എനിക്കറിയത്തില്ല എത്രയാണെന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഇതിൻ്റെ റെൻ്റൊക്കെ. കാരണം ഇതിപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ എനിക്കൊന്നൊരു 10-12 പേർക്ക് താമസിക്കാം. ഒരു ഫാമിലി ആയിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദിഗറ്റ് കംപ്ലീറ്റ് പ്രൈവറ്റ് പൂൾ വില്ല, അതും വിത്ത് ബീച്ച് വ്യൂ, ദിഗറ്റ് എവറിത്തിങ്, അല്ലേ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. സോ അത് ഈ പറഞ്ഞ പോലെ ഒരു റവന്യൂ സോഴ്സ്. സോ അങ്ങനെ ഒരു സംഭവം. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ കംപ്ലീറ്റ് ആ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ വ്യൂ, പിന്നെ അവിടെ ഗ്രില്ല് ചെയ്യാനും അതേപോലെ കുക്ക് ചെയ്യാനും ഉള്ള സ്ഥലം, ബാർ കൗണ്ടേഴ്സ്, പിന്നെ ഹാമോക്സ്, സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടെങ്കിൽ ബോട്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം, അത് കയറ്റി പൊക്കി വെക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും. പിന്നെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ വേമ്പനാട് കായൽ പോലെ കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പ്. പിന്നെ ചൂടാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫയർ പിറ്റും പരിപാടികളൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്യാം. തെങ്ങിൽ നിറച്ച് തേങ്ങ, അങ്ങനെ മൊത്തത്തിൽ പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ഒരു കിട്ടുന്ന സ്ഥലം, അല്ലേ? സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ശരിക്കും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സമീപത്ത് അറ്റ്ലാന്റിക് ഓഷ്യനെ കണ്ടുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു വീടുള്ളത്. ഈ വീടിൻ്റെ അപ്പുറത്ത് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വില്ല പ്രൊജക്റ്റാണ്. വില്ല പ്രൊജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും കുറേ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി പോലെ ഇങ്ങനെ കാണാം. ആ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് കാണുന്നത്. ആ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ കുറച്ച് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് ബോട്ട് യാർഡും നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാവർക്കും വണ്ടിയും കിണ്ടിയൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ബോട്ടും പരിപാടികളൊക്കെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. എല്ലാവർക്കും അല്ല, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള പല ആളുകൾക്കും ബോട്ടും പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ആ ഒരു സംഭവം കാണുന്നത്. ഇവിടെ ബീച്ച് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റത്തില്ല. ബീച്ച് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ഏരിയാസിൽ പോകണം, അവിടെ നമുക്ക് ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി തരയൊന്നുമില്ലാത്ത ഷാലോ വാട്ടർ എന്ന ബോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലം. വെള്ളത്തിൻ്റെ കളറൊക്കെ ആണെങ്കിലും വളരെ മനോഹരമല്ലേ? ആലോചിക്കുക, അടിപൊളിയല്ലേ? പിന്നെ ആ വീടൊക്കെ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ഗാർഡനൊക്കെ ചെയ്ത് സൂക്ഷിച്ചിടുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ബോട്ടും മറ്റുമൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മിനി ഗോൾഫ് കോഴ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബീച്ച് വോളിബോൾ കളിക്കുന്ന ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടി അവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് നെറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മലയാളിയുടെ വീടാകുമ്പോഴത്തേക്കിനും തെങ്ങ് കുറേ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള കുറേ തെങ്ങുകളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മലയാളി ആകുമ്പോഴത്തേക്കിനും വി ഹാവ് മോർ എന്താ പറയുക
ഇൻറ്റിമസി ടുവാർഡ്സ് അവർ സ്വന്തം കേരവൃക്ഷം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു നൈസ് സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വീടാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്ച്വലി വന്നൊന്ന് റിലാക്സ് ചെയ്യുക, ചില്ല് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് വലിയ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ പൂൾ ഈസ് റിയലി ഓസം. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഫുള്ള് പൂളിൽ തന്നെയായിരുന്നു. ഇറ്റ്സ് നൈസ്. ഇപ്പോൾ ചെറിയതായിട്ടൊന്ന് മഴയൊക്കെ പെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മൂടി ഒന്ന് വരുന്നുണ്ട്. പക്ഷേ എന്നാലും മഴ പെയ്താലും ആ മഴ എൻജോയ് ചെയ്യാനാണെങ്കിൽ പോലും ഇതൊരു വളരെ നല്ല ഒരു ഡെസ്റ്റിനേഷനാണ്. അങ്ങ് ദൂരെ അനന്തമായി കിടക്കുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മാരത്തൺ ടൗൺ എന്ന് പറയുന്നത്. ഈ മാരത്തൺ ടൗണിൻ്റെ നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ വീതി ഈ ടൗണിന്, മനസ്സിലായില്ലേ. ഇവിടെ നമുക്ക് റോഡ് കാണാം. ആ റോഡിൻ്റെ അവിടെ സൂപ്പർ മാർക്കറ്റും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള പല സംഭവങ്ങളുണ്ട്. പിന്നെ അപ്പുറത്ത് പോകുമ്പോഴത്തേക്കിനും അത് നമുക്ക് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന മറ്റേ സംഭവമാണ് കാണുന്നത്. രണ്ടും ബേസിക്കലി അറ്റ്ലാന്റിക് ഓഷൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നാലും ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നൊരു സംഭവം കാണാം. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. എനിക്കിവിടെ ഡ്രോൺ പറത്താൻ സാധിക്കുന്നത് ഇവിടുത്തെ എയർപോർട്ട് ഇപ്പോൾ ഫങ്ഷണൽ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എനിക്കിപ്പോൾ ഡ്രോൺ പറത്താൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല. ഇവിടെ ഒരു എയർപോർട്ടുണ്ട്, അതിൻ്റെ റൺവേയും മറ്റുമൊക്കെ അവർ എന്താ പറയുക റീഫർബിഷ് ചെയ്യുന്ന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നമുക്ക് എയർപോർട്ടിൻ്റെ മേളിൽ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കാണാം. സോ ദേ ആർ ആക്ച്വലി റിനോവേറ്റിംഗ് ദ റൺവേ. അപ്പം ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ അല്ലെ വർഷങ്ങൾ കഴിഞ്ഞാൽ മേ ബി അത് ഓപ്പണായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഡ്രോൺ പറത്താനൊന്നും പറ്റുമൊന്നുമില്ല. സോ ദിസ് ഈസ് ദ ഗുഡ് തിങ്. അപ്പോൾ ആ ഒരു വില്ല പ്രൊജക്റ്റ് ഈസ് അഗെയിൻ നൈസ്. എത്ര വീടുകളാണെന്ന് ചോദിക്കുക അല്ലേ പണിത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഈ കാണുന്നതൊക്കെ നമ്മളെപ്പോലെ തന്നെയുള്ള പല ആളുകളുടെ ഇൻഡിവിജ്വൽ വീടുകളുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ വീടുകൾ, പിന്നെ ചില വീടുകളിലൊക്കെ സ്വിമ്മിംഗ് പൂളുണ്ട്, ചില വീടുകളൊക്കെ പൂളില്ലാത്തതുകൊണ്ട്. ഇറ്റ്സ് നൈസ് അല്ലേ, അടിപൊളി. നമുക്കേ കയാക്ക് ചെയ്താലോ? അതാ പറഞ്ഞു വാ സാധനം തന്നെ. ഇത് ഫ്ലിപ്പ് ആവത്തില്ല. ഇത് സെയിം കയാക്കിന്റെ സെയിം സംഭവം തന്നെ. ഫിറ്റ് പാഡിങ്. ഇത് അവിടെ വെള്ളത്തിലിറക്കി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇത് സെയിം കയാക്ക് പോലെ തന്നെ. ഈ സാധനം ഫ്ലിപ്പ് ചെയ്യത്തില്ല, ഭയങ്കര സ്റ്റെബിലിറ്റി. ഇത് നമുക്ക് സർക്കസ് കാണിക്കാം. ഓക്കെ, അത് ശരി, കൊള്ളാലോ. അപ്പം അതെങ്ങനെ തുഴയാൻ എന്താ പാഡില്ല, സെയിം. നിന്നോണ്ട് തുഴയാം, ഇരുന്നോണ്ട് തുഴയാം, കിടന്നോണ്ട് തുഴയാം. മനസ്സിലായി, അത് കൊള്ളാൻ പരിപാടി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അത് വേണ്ട, അത് നിന്ന് തുഴയേണ്ടി വരും അല്ലേ? നിന്നോ ഇരുന്നോ തുഴ ആണോ? ഇത് നിന്ന് യോഗ ചെയ്യുന്ന സാധനമാണ് ഇത്. എന്നാ പിന്നെ വെറൈറ്റിക്ക് അതാവാം അല്ലേ? ഓക്കെ. ഇതിന് വെയിറ്റ് ഉണ്ടാവും? ഇല്ല, മറ്റേതുപോലെ തന്നെ. ആണോ? ഇതെങ്ങനെ പൊക്കുന്നു? ഇവിടെ പൊക്കണോ? ഇതെങ്ങനെ എടുക്കുന്നേ? അത് മതി, അതല്ല നമുക്ക് എടുക്കാം. നമുക്ക് പൊക്കിക്കൊണ്ടോ. ഇത് ആരാ പട്ടി ഇവിടെ? ഹായ്. അത് പോയി. കൊള്ളാം. ഇത് ഫ്രണ്ടിലും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. ഞാൻ അവിടെ സാധനം വെച്ചിട്ടുണ്ട്, അത് വളർന്നു വരണം. ഒരു കൊല്ലം പിടിക്കുക. ഓക്കെ. ഇത് എന്താണ് ബേസിക്കലി? ഇത് സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോർ റൂം അല്ലേ? ഓ കൂൾ. സിമെന്റും സാധനവും അങ്ങനത്തെ. ഓക്കെ. ലൈഫ് ജാക്കറ്റ് വേണോ? ലൈഫ് ജാക്കറ്റ് സന്തോഷത്തിനല്ല, സേഫ്റ്റിക്ക് ഇരിക്കുന്നതല്ല. കടലല്ലേ? ഓ, ഇതിങ്ങനെ പിടിച്ചോണ്ട് പോണം. എന്റെ അമ്മേ, ശക്തിമാൻ. അത് കൊള്ളാം പരിപാടി. നൈസ്. നമുക്ക് മാറി മാറി സെറ്റാക്കാം. സോ നമ്മളിത് ഇവിടെ കൊണ്ട് വെച്ചു. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കട്ടെ മഴ പെയ്യാണല്ലോ എങ്ങനെയാണെന്ന്. എന്തായാലും ചെറുതായിട്ടൊന്ന് ഇറങ്ങാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ബോട്ട് ലിഫ്റ്റിംഗ് സംഭവം. അതായത് നമ്മൾ ഈ ചെറിയ ബോട്ടുകളൊക്കെ അധികം നേരം ഇവർ വെള്ളത്തിലിട്ടില്ല, അതിങ്ങനെ എടുത്ത് കരയിലോട്ട് കയറ്റി പൊക്കി വയ്ക്കുന്നതിന് മാത്രം. അപ്പോൾ അതിനുവേണ്ടി പൊക്കി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണിത്. മോസ്റ്റ്ലി ഹൈഡ്രോളിക് സംഭവമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈഡ്രോളിക് ആണ് എന്താ പരിപാടി എനിക്ക് അറിയത്തില്ല. സോ അങ്ങനെ പൊക്കി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അതാണ് ബേസിക്കലി ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇതൊരു ബോട്ട് യാർഡാണ്. അപ്പം ബോട്ട് യാർഡെന്ന് പറയുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ഇതൊരു ബോട്ടിന് പോകാനുള്ള ഒരു റൂട്ടും കൂടെ ഇതിൻ്റെ മുമ്പിൽ കൂടെ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വരില്ലല്ലോ. ശരിക്കും ഒരു റിസോർട്ട് പോലത്തെ ഒരു വീട് അല്ലേ? പുറത്തും നമുക്കിതുപോലെയുള്ള വീടുകളൊക്കെ കാണാം. അവരൊക്കെ വേണമെങ്കിൽ പൂളൊക്കെ പണിയാം. ഇത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ? ഇതുപോലെയൊക്കെ ഉടനെ CRZ റൂളും അതും ഇതും പല സംഭവങ്ങളും വരില്ലേ? അങ്ങനത്തെ ഉള്ള പല പ്രശ്നങ്ങളും വരില്ലേ? ഇതെന്നാ പരിപാടി അറിയാമോ? നമ്മളെ പണ്ട് ഈ ബിരിയാണി ചെമ്പിനകത്ത് വെള്ളപ്പൊക്കത്തില് ബിരിയാണി ചെമ്പിൽ കയറി നമ്മൾ തുഴഞ്ഞു പോവുകയല്ലേ? അതേപോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതെനിക്ക് നിന്ന് വേണം തുഴയാം, പക്ഷെ നിന്ന് തുഴയാനുള്ള ഒരു മുങ്ങിപ്പോൾ വെള്ളത്തിൽ മുങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ മുങ്ങിയതൊക്കെ ഇരിക്കും. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഞാനവിടെ അറ്റ്ലാന്റിക് ഓഷനിൽ ചെറുതായിട്ടൊന്ന് തുഴഞ്ഞിട്ട് വരാം. മറ്റേ തുഴയും കണ്ടോ? ദിവസമില്ല, നമ്മളിങ്ങനെ
ഇങ്ങനെ വരും അല്ലേ? തുഴ മാറി അത് കുഴപ്പമില്ല, തിരിച്ചതാ. ബാക്കിലോട്ട് തുടങ്ങിയായിരുന്നു. വലിയ ആഴമൊന്നുമില്ലല്ലോ. സാധനം ഉണ്ടല്ലോ പൊങ്ങിക്കിടന്നോളും. നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. യാ ബോട്ട് വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു വേണേ. അത് ബോട്ട് ചാനലാണേ. വെയിറ്റ് ഉള്ളതുകൊണ്ടാ. വെയിറ്റ് ഒക്കെ കുറവാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യോ? നിന്ന് തുഴയോ? ഇവിടെ നമ്മൾ ഇതിനകത്തൊന്നും അങ്ങനെ വലിയതായിട്ട് ഇറങ്ങി നിന്ന് തുഴയണേ. നമുക്ക് ഈ ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടേ പ്രശ്നം മനസ്സിലായോ? വണ്ടി ഓപ്പൺ. ഓ ഇനി ഫോൺ വേണം. ഫോൺ ഇല്ലാണ്ട് നിങ്ങളുടെ വണ്ടി ഓപ്പൺ ആക്കാൻ പറ്റില്ല. നഹി എന്ന് പറഞ്ഞാൽ നഹി. ഫോൺ അടുത്ത് കൊണ്ടായാലേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഓ ദാറ്റ് ഈസ് വെരി സാഡ്. ഓക്കെ, ഫോൺ വണ്ടിക്കകത്ത് വെച്ചാൽ വണ്ടി ലോക്ക് ആവുമോ? ഇല്ലല്ലോ. ഇറ്റ്സ് ടൈം ടു ഗോ. പുറത്താണെങ്കിൽ നല്ല മഴക്കാറ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മൊത്തം മഴയുടെ ദിവസമായിരിക്കും. ഇനി അങ്ങോട്ട് മഴയാണ് മതി. എപ്പോഴാണ് മഴ വരുന്നത്, എപ്പോഴാണ് മഴയില്ലാത്തത് എന്ന് പറയാൻ പറ്റൂല കേസ്. അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് കീപ് എവറിത്തിങ്. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? വിശക്കുന്നു. നമുക്ക് ഇന്ന് ഇപ്പോൾ ഉച്ചമണിയായി. ഉച്ചരാ. സോ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണം. വിശക്കുന്നു. ഏതോ വാർമുകിലും കിനാവിലെ തായ് വന്നു. അലക്സാണ്ടർ എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ? AC കോഫി ഇതില്ലേ? അല്ല, AC അതെപ്പോഴും അങ്ങനത്തെ. നമ്മൾ വരുമ്പോ ഇല്ലെങ്കിൽ ഒരു ചൂടായിരിക്കും. അപ്പൊ ഇനിയിപ്പോ അവര് ഹൗസ് കീപ്പിംഗ് വന്ന് ക്ലീൻ ചെയ്യുമോ? അല്ല, ഒരു അടുത്ത ക്ലയന്റ് വരുന്നതിന് മുമ്പ് AC ഓഫ് ചെയ്യാറില്ല? ഇല്ല. റണ്ണിങ് ആയിരിക്കും. ആണോ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗുഡ് ബൈ മാരത്തോൺ. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഗേറ്റ് അടയ്ക്കണം. ഓക്കെ ഫൈൻ കമോൺ, വരൂ പോവാം. അപ്പോൾ മാരത്തൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇടിവെട്ടുന്ന കണ്ടോ? ഇടിവെട്ടല. മാരത്തണിൽ നിന്നും നമ്മൾ തിരിച്ച് മയാമിക്ക് പോവുകയാണ്. മഴ തുടങ്ങി. ഇടിവെട്ടൽ, മഴ, ഹറിക്കെയിൻ ഒക്കെ വരുന്ന സമയമാണ്. ഇനിയിപ്പോൾ ഏത് സമയത്തും ഹറിക്കെയിൻസ് ഒക്കെ വരാം. അങ്ങനെയുള്ള വാണിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇത് ഉള്ള സംഭവം പോസ്റ്റ് ബോക്സ് കണ്ടല്ലേ? ബുദ്ധൻ്റെ പോസ്റ്റ് ബോക്സ്. ഹലോ, ദാറ്റ്സ് നൈസ് മാൻ. യുഎസ് മെയിൽ ബുദ്ധനാണ് ഇവിടെ ഇരിക്കുന്നത്. ഉള്ളതല്ലേ പരിപാടി? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇടിവെട്ടി തകർക്കുവാണല്ലോ. എൻ്റെ അമ്മോ. ഐലൻഡ് ഫിഷ് കമ്പനി എന്നും പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ആൻഡ് ടിക്കി ബാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഞ്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ചും കഴിക്കാതെ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് അല്ലേ? ഓ തിരക്കാണല്ലോ. അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത ഫുഡായിരുന്നു. തിരക്കാണല്ലോ. ഹായ്. ഇവിടെ ആൾക്കാർ രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴത്തേക്കും വന്ന് ഫുഡൊക്കെ കഴിച്ച് ബിയറൊക്കെ കഴിച്ച് ചില്ലായിട്ടിരിക്കുകയാണല്ലോ ഇവിടെ. റെസ്ക്യൂ ഇതാരെയാ പോയി കെട്ടിപ്പിടിക്കുന്നത്? That's my friend. Hi, nice to meet you. More than 2 But before I go, എവിടെ ഇരിക്കാം? സ്ഥലമില്ല. ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ ഇരുന്നാലോ? ഇത് നമ്മുടെ ഷ്രിമ്പ് ബഫല്ലോ സോസിൽ മുക്കിയ സാധനം. അതാണ് ഈ സാധനം. ബഫല്ലോ സോസിൽ മുക്കിയ ഷ്രിമ്പ്. ഇത് കരീബിയൻ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിനകത്ത് ഫിഷും പിന്നെന്താ മധുരമായിരിക്കുമോ? മധുരമാണോ? ആണല്ലേ. ഫിഷ്, മാങ്ങ, പിന്നെ ചോറ്, ബീൻസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കരീബിയൻ സ്റ്റൈലിലുള്ള ഒരു ഡിഷാണ്. $30 ഇതിൻ്റെ പ്രൈസ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടോ? വികാരം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരു സ്വീറ്റാണ്. എരി പൊടി അങ്ങനെ സാധനമൊന്നുമില്ല. ഇപ്പം നമ്മൾ കഴിച്ച ബഫലോ സോസ് വെച്ചിട്ടുള്ള സാധനത്തിൻ്റെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് സാധനം. കൊള്ളാം. നമ്മളെ മലയാളി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കും. പക്ഷെ ആ ടേസ്റ്റ് എന്നോട് പോകില്ല കേട്ടോ. ആ ടേസ്റ്റ് പോകില്ല. മീനെ മാത്രം. അതെ. എന്റെ വൈപ്പർ എവിടാ? അവത്തേൽ ഇങ്ങനെ ഞെക്കിയാ മതി. എന്നിട്ട് ഇതേൽ ഉരുട്ടിയാല് ഇതുണ്ട് 1 2 3 ഏത് വേണം? എല്ലാം ടച്ചാല് പോണോ അല്ലേ? എന്ത് അല്ല, ഇത് ഇവത്തേൽ ഉരുട്ടിയാ മതി. മേളിലോട്ട് ഒന്ന് ഞെക്കിയിട്ട് അതിൽ ഉരുട്ടിയാൽ സാധനം മേലോട്ട് കയറും. ഇത് AC കൺട്രോൾ ചെയ്യണമെങ്കിൽ 68 ഞെക്കണം. എന്നിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ടച്ചിൽ വന്നാലേ പറ്റുള്ളൂ. യെസ്. ഇതിനകത്ത് അപ്പം ആ മിറർ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരണം. ഇവിടെ എല്ലാ പരിപാടിയും ഡിസ്പ്ലേ അല്ല. യെസ്, എല്ലാ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന പരിപാടിയാണ്. മിറർ കൺട്രോൾ ആണ്, ഫ്രണ്ട് മിറേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. സോ ഫൈനലി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു എയർപോർട്ട് പോലത്തെ ഒരു സ്ഥലം.
ആ എയർപോർട്ട് പോലത്തെ സ്ഥലത്ത് അത് വേറൊരു സംഭവം അവിടെ പോയിട്ട് കാണിച്ചുതരാം. പോയി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പോയി നോക്കട്ടെ. അതായത് നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെ വിമാനമൊക്കെ പാർക്ക് ചെയ്ത് നേരെ റൺവേയുടെ സൈഡിൽ തന്നെ വീടുകളുള്ള സ്വന്തം പ്രൈവറ്റ് എയർപോർട്ട് സ്വന്തമായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. അത് പോയി നോക്കാം അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു സംഭവം കണ്ടില്ലേ, ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവേൺ എയറോ പ്രൈവറ്റ് എയർപോർട്ട് കമ്മ്യൂണിറ്റി എന്നാണ് ഈ സംഭവം. നമ്മൾ പല ടൈപ്പ് കമ്മ്യൂണിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ എയർപോർട്ട് റോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഇനി ഈ എയർപോർട്ട് റോഡ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പ്രൈവറ്റ് എയർപോർട്ട് കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇത് ഈ കാണുന്നത് റൺവേ ആണ്, കണ്ടോ, ഈ കാണുന്നത് റൺവേ ആണ്. റൺവേ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ എങ്ങനെ വിമാനം വരുന്നു എന്നല്ലേ, ഇത് ആക്സസ് കൺട്രോൾഡ് ആണ്. ഇത് റൺവേയുടെ നമ്പർ, അതേപോലെ തന്നെ പ്രൈവറ്റ് എന്നും പറഞ്ഞുകൊണ്ട് റൺവേയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി വിമാനം എന്ന് പറയുന്നത് ഇവരുടെ ആളുകളുടെ വീട്ടുപടിക്ക് വണ്ടി ഇട്ടിരിക്കുന്ന പോലെയാണ് വിമാനം കിടക്കുന്നത്. കണ്ടോ, ആ കാണുന്നതൊക്കെ വിമാനങ്ങളാണ്. അതേപോലെ തന്നെ പല വീടുകളുടെയും മുമ്പിൽ ഇത്തരത്തിലുള്ള വിമാനം ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പല വിമാനങ്ങൾ നമുക്കിവിടെ കാണാം. കണ്ടോ, അങ്ങ് ദൂരെ അവിടെ ആ വീട്ടിലും വിമാനമുണ്ട്. പിന്നെ ഇവിടെ പല ഹാങ്ങർ പോലെ അതിനകത്തൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ച് നമ്മൾ ഇതിനകത്ത് കയറി. ഇതാണ്ട് ആ കാണുന്ന വണ്ടിയുടെ ചേട്ടനോട് ചോദിച്ച് നമ്മൾ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കയറി. അപ്പോൾ ഗ്രാസിലോട്ട് കയറരുത്, അല്ലാതെ നിങ്ങൾ വണ്ടി ഓടിച്ച് ചുറ്റിക്കിറങ്ങി വന്നോ എന്ന് പറഞ്ഞു. ഓ എൻ്റെ പൊന്നു, വണ്ടി എന്തുകൊണ്ട് ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലത്തേക്ക് തുണിയൊക്കെ തുണി ഉണക്കാൻ ഇട്ടിരിക്കുന്നതല്ല, ഞാൻ വിചാരിച്ച് തുണി ഉണക്കാൻ ഇട്ടിരിക്കുകയാണെന്ന്. അത് മറ്റേ മൂടി വെച്ചിരിക്കുകയാണ് സംഭവം. നോക്കി, അവിടെ തന്നെ ബോട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ ഇവർക്ക് ബോട്ട് ഇറക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. കണ്ടില്ലേ, ബോട്ടും വിമാനവും ഒക്കെ സ്വന്തമായിട്ടുള്ള ആൾക്കാരുടെ സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി റൺവേ, ഗ്രാസ് റൺവേ ആണ്. അപ്പോൾ ഇവര് ഇതിൽ ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യുന്ന ആ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പൊളി വേൻ. നമ്മളിന്റെ തിരിച്ചെങ്ങനെ ഇറങ്ങി പോകും? ഇതെല്ലാം ഹാങ്ങേഴ്സ് ആണ്. നമ്മള് വീടിന് ഗരാജ് വെക്കുന്ന പോലെ എല്ലാവർക്കും ഹാങ്ങേഴ്സ് ആണല്ലോ. നൈസ് മാൻ. ഇവര് ഈ വിമാനമൊക്കെ ചിലപ്പോൾ ഇതിനകത്തിട്ട് പൂട്ടി മൂടി വെച്ചിരിക്കുകയായിരിക്കും. എന്താ ഇവിടെ ഒരു വിമാനം കിടപ്പുണ്ട്. ഓ, അത് ഈ വീട്ടുകാരൻ്റെ ആയിരിക്കും. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും അവര് ഫ്ലൈയിങ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇവര് ഇങ്ങനെ സ്വന്തമായിട്ട് വിമാനം മറ്റൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിട്ട് കണ്ടോ, അവിടെ ഒരു വിമാനം കിടപ്പുണ്ട് കണ്ടില്ലേ. സ്വന്തമായിട്ട് വിമാനമുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വന്നിട്ട് വീട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ അവരുടെ വിമാനവും കാറും ബോട്ടും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, മുകളിൽ അവരുടെ വീട്. അങ്ങനെയാണ് അവർ എടുക്കും. അവരെടുത്തിട്ട് നേരെ ഈ റൺവേന്ന് ATC നിയറസ്റ്റ് ATCനെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവർ ടേക്ക് ഓഫ് ചെയ്യും. അവർ ചിലപ്പോൾ ഫൺ ഫ്ലൈങ്ങിന് പോകുന്നവരായിരിക്കും, ചിലപ്പം അരി വാങ്ങാൻ പോകുന്നവരായിരിക്കും, ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ പോകുന്നവരായിരിക്കും. ഇവിടുന്ന് നിയർ ബൈ എയർപോർട്ടിലേക്ക് പോയിട്ട് അവർ അവിടെ വിമാനം ഇതല്ല, ഇതേപോലെ പ്രൈവറ്റ് എയർപോർട്ട് വേറെ പലതുണ്ട് ഇതുപോലെ. അവിടെ പോയി അവർ വിമാനം ലാൻഡ് ചെയ്യും. എന്നിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർ തിരിച്ചു വരും. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ തന്നെ അതിനകത്ത് ഇവർക്ക് ഇവരുടെ സ്വന്തമായിട്ടുള്ള മറീനയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അലക്സ ചായോ, ഇനി നെക്സ്റ്റ് നമ്മുടെ വീട് ഇതായിരിക്കണം. ഇവിടെ ആയിരിക്കും ഒരു വീട് ഒരു വിമാനമൊക്കെ വേണം. ചെലവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ. നമ്മളപ്പോ ഇതുണ്ട്, നമ്മൾ റൺവേ കേട്ടോ, റൺവേ നമ്പർ കണ്ടോ നോക്കി, റൺവേ നമ്പർ എഴുതിയിട്ടുണ്ട്, പ്രൈവറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതായത് ആ റൺവേയുടെ ഇങ്ങേ അറ്റം പോലെ അങ്ങേ അറ്റം വരെ നമ്മളിപ്പോൾ വന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചു പോവാണ്. എന്താ പറഞ്ഞേ, ഒരു $1 ലക്ഷം $1.5 ലക്ഷം റേഞ്ചിലൊക്കെ പഴയ സെസ്നയൊക്കെ കിട്ടും. ഓ ഓ ഓ ഓക്കെ, സംഭവം പൊളി കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് ഭയങ്കര രസമാണ്. നമുക്കൊരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതും കൂടെ കാണാതിരുന്ന അടിപൊളിയായിരുന്നു. ഇത് ഇവര് ഹാങ്ങറിലിട്ട് മൂടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. പക്ഷെ വീടൊന്നും വലിയ ലക്ഷൂറിയസ് വീടുകളൊന്നും അല്ലേ, സാധാരണ വീടുകളാണ്. ചിലപ്പം ഇത് നോക്കി കിടക്കുന്ന കണ്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. അയാൾക്ക് സ്വന്തമായിട്ട് വിമാനം മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു വീടുണ്ട്. ഇയാളുടെ വിമാനം ആയിരിക്കും ചിലപ്പോൾ ഇപ്പുറത്ത് ഇതിനകത്ത് കിടക്കുന്നത്. ഓ, അത് ചില്ലൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുന്നു നോക്കി. ഓ, അത് കിട്ടില്ല ഹാങ്ങർ. അതിനകത്ത് നമുക്ക് കാണത്തില്ല. അത് അകത്ത് വിമാനമുണ്ട്, അതിനകത്ത് ചില്ലൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. കണ്ടില്ല നോക്കി സെറ്റപ്പ്. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇയാൾക്കാണ് 3-4 വണ്ടിയുണ്ട്. ഇയാളുടെ വിമാനമാണ് ഈ ഹാങ്ങറിനകത്തിട്ട് മൂടി വെച്ചിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണോ പരിപാടി എന്ന് അറിയാമല്ലോ. എന്തായാലും സംഭവം കളർഫുൾ പരിപാടിയാണ്. നമുക്കിനി എങ്ങനെ ഇറങ്ങിപ്പോകും? ഇത് മൊത്തത്തിൽ ആക്സസ് കൺട്രോൾഡ് ആണ്. ഇറങ്ങിപ്പോകാനായിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവത്തില്ലായിരിക്കും, നോക്കാം. എന്നാലും ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കാണുന്നത്. സോ സ്വന്തമായിട്ട് വിമാനങ്ങളുള്ള ആൾക്കാർ, സ്വന്തമായിട്ട് എയർപോർട്ടുള്ള ആൾക്കാർ, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇത്. കണ്ടില്ലേ നോക്കി, എന്നാ പരിപാടിയാന്ന് നോക്കി. ഓ, വി ആർ ബാക്ക് ഹോം.
അതിനിടയ്ക്ക് വെറുതെ ഒന്ന് ഷോപ്പിങ്ങിന് പോയി അല്ലേ? വെറുതെ ഒന്ന് ഷോപ്പിംഗ്. യെസ്. പക്ഷേ എനിക്ക് ആ ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ബ്രോ. അടിപൊളിയായിരുന്നു. നല്ല കിടലൻ ഷർട്ടായിട്ട് അല്ലേ? നിങ്ങൾ വെരി എൻജോയ് ചെയ്യും ഉറപ്പ്. അത് ഇടുമ്പോഴേ Yes, yes. കംഫർട്ടബിൾ Let's be sure. We're playing a challenge game. Hi, how are you? Hi, how are you? How are you? എന്താ പരിപാടി? We're playing a challenge game. Hi, Rocky. How are you, Rocky? Guys, this is for you. This is for you. Only this? Yeah, only this. Yeah, only this. Yeah, Oh, yeah. You like the jersey? yeah. Yeah. So this is for you. Oh, I'm Messi. And this is Messi? yeah, Messi. You like Messi? Yeah. Yeah. This is for you. ഒരു കളിയാ. Yeah, and this is for you. You guys should try this, okay? Okay. What are you playing now? Bed Wars. Oh wait, Gundu, your melon. Your melon. Oh no. ഭയങ്കര കളിയാ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുൾ ടൈം. ഇവര് ഈ കളി മാത്രമാണല്ലോ പരിപാടി. ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. നമ്മൾ എന്താ പരിപാടി? ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? എന്താടാ കേട്ടാ? ചേച്ചി ബാ ഇറങ്ങി വാ. വരുന്നോ നീ? ഈ കമേ വരുന്നോ നീ? ഞാൻ തുറന്നു തരാം. ബാ ഇവിടെ വാ. അവൻ ഓടിപ്പോയി. ബാ ഇവിടെ വാ. ഇപ്പം നനഞ്ഞിരിക്കുവാണല്ലോടാ നീ? ആണോ? അതോ നനഞ്ഞിരിക്കുന്നത് നീ? ഓക്കെ. നമ്മുടെ മറ്റേ ചിക്കൻ ടിക്ക സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ?